Okay. So in this slider crank mechanism, OB, which is the crank, is 0.5 meter length, and PB, which is the connecting rod, is of 2 meter length. Now, the crank makes 180 RPM in the clockwise direction. ഇതാണ് crank. Clockwise direction എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. So in the clockwise direction, the crank OB makes 180 RPM. RPM value ആണ് തന്നത്. RPM value means the given value is N. NOB is equal to what? 180 RPM. NOB is equal to 180 RPM. When it has turned 45 degree from the inner dead position, when it has turned 45 degree from its inner dead position, determine എന്നാണ് ക്വസ്റ്റ്യനിൽ. അതായത് ഇന്നർ ഡെഡ് സെന്റർ, ഔട്ടർ ഡെഡ് സെന്റർ എന്നുണ്ട്. ഇവിടെയാണ് പിസ്റ്റൺ ഉള്ളത്. പിസ്റ്റൺ മീൻസ് പിസ്റ്റൺ വിൽ ബി റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് എ സിലിണ്ടർ അല്ലെ. സോ IDC ODC, അതായത് ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെന്ററിലേക്ക് ഇങ്ങനെ കറങ്ങി കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അങ്ങനെ കറങ്ങുന്നതിനിടയിൽ വി ആർ ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ വർക്കിംഗ് മെഷീനറി. ആ സമയത്ത് കിട്ടുന്ന ഫോട്ടോഗ്രാഫ് ആണ് ഇത് എന്ന് വിചാരിക്കും. ഈ ഫോട്ടോഗ്രാഫിൽ ദ ആംഗിൾ മെയ്ഡ് ബൈ OB, ഇതാണ് ക്വസ്റ്റ്യനിൽ 45 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ആംഗിൾ മെയ്ഡ് ബൈ OB ഫ്രം ദ ഇന്നർ ഡെഡ് സെന്റർ. Now determine velocity of the piston. പിസ്റ്റന്റെ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. അതായത് ടു ഫൈൻഡ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ. വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? VP, വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ. സെക്കൻഡ്, ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്ടിംഗ് റോഡ്. 2, ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്ടിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ PB, ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്ടിംഗ് റോഡ്. Third one, velocity of point E on the connecting rod 1.5 meter from the gudgeon pin. Velocity of point E, which is at a distance of 1.5 meter from the gudgeon pin. Now, velocity of point E on the connecting rod എന്ന് പറഞ്ഞാൽ, അതായത് ഈ PB എന്ന് പറഞ്ഞ കണക്ടിംഗ് റോഡിൽ ഒരു പോയിന്റ് E ഉണ്ട്. അത് ക്ലിയർ അല്ലേ? ആ E എവിടെയാണ്? Which is at a distance of 1.5 meter from the gudgeon pin. Gudgeon pin. ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടോ എന്ന് പറയണം. ഗഡ്ജിയൻ പിൻ. ഗഡ്ജിയൻ പിൻ എന്ന് പറഞ്ഞാല് ഈ ക്രാങ്കും കണക്ടിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ പിന്നിനെയാണ് ഗഡ്ജിയൻ പിൻ എന്ന് പറയുന്നത്. സോ ഇവരെന്താ പറയുന്നത്? ഈ കണക്ടിംഗ് റോഡിന്റെ മേലെ ഒരു അഡീഷണൽ പോയിന്റ് E ഉണ്ട്. ആ E എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 മീറ്റർ ഫ്രം ദ ഗഡ്ജിയൻ പിൻ. അതായത് ഇവിടുന്ന് ആ പോയിന്റ് ഇയിലേക്ക് 1.5 മീറ്റർ ആണ്. ഇത് മൊത്തം 2 മീറ്റർ ആണ്. സോ PE ഷുഡ് ബി ഈക്വൽ ടു 1.5 മീറ്റർ. അങ്ങനെ ഒരു പോയിന്റ് E ഉണ്ട്. അപ്പൊ തേർഡ് വാല്യൂ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിന്റ് E, VE. ഇത്രയും സാധനം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഡു സംതിങ്. ഇത് റഫ് ആയിട്ട് നിങ്ങളൊന്ന് വരച്ചു വെക്ക്. റഫ് ആയിട്ട് വരച്ചു വെക്ക്. പെട്ടെന്ന് വരക്ക്. പെട്ടെന്ന് വരക്ക്. എന്നിട്ട് ഈ ഗിവൺ വാല്യൂസ്, ദീസ് ആർ ദ ഗിവൺ വാല്യൂസ്, ദീസ് ആർ ദ വാല്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട്. അതൊന്ന് എഴുതി വെക്ക്. ഞാനൊന്ന് പെൻ എടുത്തിട്ട് വരുന്നു. വെയിറ്റ്. എല്ലാരും എഴുതിയാ? വരച്ച? ഇത് ഫിഗർ വരച്ച? ഫിഗർ വരച്ച എല്ലാരും? എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഫിഗർ വരച്ച?
സർ വരച്ചു. ഓക്കെ. ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ? വാട്ട് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റേജ്? വെയിറ്റ് ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും പറ. ഗോകുൽ ഗംഗാധരൻ പറ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഹൗ ആർ വി ഗോയിങ് ടു സോൾവ് ദിസ് വൺ? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? What is the first step? Advaita AK പറ. What is the first step? Confirmation diagram. Configuration diagram. It's not confirmation diagram. It is configuration diagram. Okay, Advaita പറ. Configuration diagram വരക്കണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ആ ലെങ്ത് വെച്ച് ആദ്യം ഒരു ബേസ് വരക്കുക. ബേസാ? താഴത്തെ ഡയഗ്രം. അന്ന് ബേസ് വരക്കല് അന്നാ ബേസ് വരക്കെന്ന് പറഞ്ഞ അല്ല, സ്കെയിൽ ചെയ്യാതെയോ? സ്കെയില് ചെയ്യുക. എന്തിനാണ് സ്കെയിൽ ചെയ്യണ്ടേ? ലെങ്തിനെ സ്കെയിൽ ചെയ്യണം. ഓക്കെ, എന്നാ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കൺവീനിയന്റ് ലെങ്ത് പറ. ഇതാണ് ലിങ്കിന്റെ 3 ലെങ്ത്തുകൾ. 3 കൊണ്ട് ഇതിൽ ശരിക്കും 2 ലെങ്ത് മതി. ലെങ്ത് കാണുന്നില്ല. OB 0.5 മീറ്റർ. OB എന്ന് പറഞ്ഞാൽ ക്രാങ്ക്. BP 2 മീറ്റർ. BP എന്ന് പറഞ്ഞാൽ കണക്ടിംഗ് റോഡ്. How will you scale this one? Which is the convenient scale that you are going to opt for drawing the configuration diagram? Tell me. എന്താണ് സ്കെയിൽ എടുക്കുക? സർ ക്രാങ്കിന്റെ 0.5. മറ്റേത് അതെ, സ്കെയില് പറ. എനിക്ക് കൺവീനിയന്റ് സ്കെയില് പറഞ്ഞതാ. ക്രാങ്ക് 0.5 മീറ്റർ ആണെന്ന് എനിക്കറിയാം. ടെൽ മീ ദ സ്കെയിൽ. 1 centimeter equal to 50 mm. 1 centimeter is equal to? അല്ല, Junaid പറ. Junaid, how will you scale this one? നികേത് പറ. നികേത് മോഹൻ പറ. ജിഷ്ണു സജീവൻ പറ. നികേത് മോഹൻ പറ. 1 centimeter equal to sir 1 centimeter equal to 20 mm കൊടുത്താ. 1 centimeter is equal to 20 mm. അങ്ങനെയാണ് നീ പറയുന്ന സ്കെയില്. 1 centimeter is equal to 20 mm. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി ഈ ഫിഗർ എങ്ങനെയാ വരക്കുക പറ. നികേത് പറ, എങ്ങനെ ഇത് വരക്കുക? ആദ്യം ബേസ് ആയിട്ട് ലോങ്സ്റ്റ് ലെങ്ത് വരക്കണം. ബേസ് ആയിട്ട് ലോങ്സ്റ്റ് ലിങ്ക് അത് ബേസ് ആയിട്ട് വരക്കണം. ഏതാ ഇതിലെ ലോങ്സ്റ്റ് ലിങ്ക്? PD. PDയാ? PO. POയാ? ഓക്കെ, PO എന്ന് പറഞ്ഞാൽ താഴത്തെ. ആ ലിങ്കിന്റെ ലെങ്ത് അറിയാം? PB അല്ലേ? PB ആണോ ലാർജസ്റ്റ് ലിങ്ക്? ഓക്കെ, PB എങ്ങനെ വരക്കുക?
PB എങ്ങനെ ഇറക്കുവാ? നിങ്ങൾ എന്തിനാടോ ഈ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുന്നേ? ഞാൻ കുത്തിയിരുന്ന് നിങ്ങൾ ഓരോ ആളെ പേരൻസിനെ അതിന് വിളിക്കാൻ തുടങ്ങും. ആകെ 32 ആളേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. നിങ്ങൾ എന്തിനാ നോക്കുന്നേ? ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കാൻ നിങ്ങൾക്ക് അറിയില്ല, പിന്നെ നിങ്ങൾ എന്ത് ന്യൂമറിക്കൽ ചെയ്യാൻ പോന്നെ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം ഇവിടെ നടന്നുകൊടുക്കുന്നുണ്ട്, സപ്ലിമെന്ററി. അത് ഓഫ്ലൈൻ ആണ്. കുട്ടികൾ ക്യാമ്പസിൽ വന്നിട്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം എക്സാം എഴുതി കൊടുക്കുന്ന. ഇത് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഉണ്ടാവും. ഓൺലൈൻ ആയിരിക്കൂല. എല്ലാവരും ഓൺലൈൻ ആണെന്ന് വീട്ടിലിരുന്ന് സുഖമായി കോപ്പി അടിച്ച് എഴുതാന്നുള്ള ചിന്ത വേണ്ട. നിങ്ങൾ ക്യാമ്പസിൽ വന്ന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്താ ചെയ്യാ? ഒരാൾ പോലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നില്ല, സർ ഡൗട്ട് ഉണ്ട്. അരുൺ രാജു, വൈശാഖ് സി, ഇടക്ക് ജോൽ ടോം, ഇവര് മൂന്നാളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കുക. ഈ ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം വരുന്ന വേറെ ആർക്കും ഒരു റിലേഷനും ഇല്ലല്ലോ ഈ സബ്ജക്റ്റുമായിട്ട്, ഞാനുമായിട്ട് ഒന്നുമില്ലല്ലോ. എനിക്ക് ഐ ഡോണ്ട് സീ ദ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദ ക്ലാസ്. ഇങ്ങനെ ക്ലാസ് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതിൽ എന്താ കാര്യമുള്ളത്? കുട്ടികളെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് കുറെ റിട്ടേൺ നോട്ട്, ഞാൻ PDF തരും, PDF അയച്ചു തരും. കുറെ PDF നോട്ടുകൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ഇത് എത്ര പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ ഒരു കാര്യമില്ല എന്നുള്ളത് വെറും വേസ്റ്റ് ആണല്ലോ. വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റ്, ഒരു കാര്യമില്ല. ക്ലാസ് എടുത്ത് തീർക്കുമെന്നല്ലോ. 1 cm 20 mm എന്ന് പറഞ്ഞാൽ എങ്ങനെ വരക്കാൻ പറ്റുക? ഈ എന്റേത് ഇതിനാണ് നിങ്ങളോട് റഫായിട്ട് ഫിഗർ എടുത്ത് വെക്കാൻ പറഞ്ഞത്. ഫിഗർ എടുത്ത് വെച്ചാൽ നിങ്ങൾ ഫിഗർ നോക്കിയിട്ട് പറയാം എങ്ങനെ വരക്കേണ്ടതെന്നുള്ളത്. ഇതിൽ ആദ്യം വരക്കേണ്ടത് ക്രാങ്ക് ആണ്, അല്ലാണ്ട് PB ഒന്നും അല്ല. OB എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ആണ്. കാരണം ക്രാങ്ക് വരക്കണ്ടെങ്കിൽ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ 45 ഡിഗ്രിയിൽ ഈ OBക്ക് അത്രയും ഒരു ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യണം. ആ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്ന ആദ്യം എടുക്കേണ്ടത് ലാർജസ്റ്റ് ലെങ്ത് എടുക്കുക, അല്ലാണ്ട് വെറുതെ 1 cm = 20 mm ഒന്നല്ല. ഇതിലെ ലോങ്സ്റ്റ് ലെങ്ത് 2 മീറ്റർ ആണ് കണക്റ്റിംഗ് റോഡ്. ആ 2 മീറ്ററിന് എത്രയെങ്കിലും സ്കെയിൽ ചെയ്യുക. 2 മീറ്റർ = ഞാൻ 10 സെന്റിമീറ്റർ എന്ന് എടുക്കാൻ പോകുന്നതാണ്. 2 മീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? അതൊന്ന് പറയാൻ പറ്റുമോ? 0.2 meter. ഞാൻ പറ, ആൻസർ പറ. 0.2. 0.2 meter. 0.2 മീറ്റർ ആണ് 1 സെന്റിമീറ്റർ. ഇതാണ് സ്കെയിൽ. ഇനി ഈ സ്കെയിലും അത്ര വലിയ സുഖമുള്ള സ്കെയിൽ ആയിരിക്കില്ല. കാരണം 0.2 മീറ്റർ 1 സെന്റിമീറ്റർ ആണെങ്കിൽ OB എന്ന 0.5 മീറ്റർ ഞാൻ എത്ര സെന്റിമീറ്റർ കൊണ്ട് കാണിക്കണം? അതെങ്ങനെ കിട്ടുക? 1 സെന്റിമീറ്റർ = 0.2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 0.5 മീറ്റർ എത്ര സെന്റിമീറ്ററാ? 2.5 centimeter. So that means ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് വെറും 2.5 സെന്റിമീറ്റർ ആണ് വരിക. നിങ്ങളൊരു പേപ്പറിൽ സ്കെയിൽ എടുത്ത് വരക്കാൻ തുടങ്ങിയാൽ വെറും ഒരു സ്കെയിലിന്റെ 2.5 സെന്റിമീറ്റർ കാണിച്ചിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് വരക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കൺവീൻ എന്താ? നമ്മളെ ഫിഗർ കറക്റ്റ് ആകുന്ന എപ്പോഴാണ്? കുറച്ചും കൂടി ലാർജർ ആകുമ്പോൾ, ഒരുപാട് ലാർജർ ആകാൻ പാടില്ല. നമ്മളുടെ ആൻസർ ബുക്കിലെറ്റിൽ വരച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഗർ ആയിരിക്കണം. 2.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെ? ചെറുതാണോ വലുതാണോ? അപ്പൊ ഈ സ്കെയിൽ ഒന്നും കൂടി മാറ്റി നോക്കുക, കുറച്ചും കൂടി വലിയ സ്കെയിൽ എടുക്കുക. 15 സെന്റിമീറ്റർ നീളമുള്ള സാധനം വരക്കാൻ പറ്റുമല്ലോ നോട്ട്ബുക്കിൽ, അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ വരക്കാലോ. സോ അത് എടുക്കുക. ലെറ്റ് 2 മീറ്റർ = 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എത്രയായി? പറ, കാൽക്കുലേറ്റർ എടുത്തിട്ട് പറ. ഈ കാൽക്കുലേറ്റർ നിങ്ങൾ അടുത്ത് വെക്കുന്നില്ലേ? പ്രണവനുണ്ടാ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? പ്രണവൻ പറ, 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? പ്രണവൻ
സുലഭ് പറ 2 മീറ്റർ എത്ര സെന്റിമീറ്ററാ? 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയി? അല്ല ചെയ്യുന്നത്. സാർ 0.133 മീറ്റർ. 0.133. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നില്ല, ഞാൻ നിങ്ങൾ പറയുന്നത് എഴുതുന്നു. തെറ്റാണെങ്കിൽ തെറ്റ്. 0.133 മീറ്റർ. മീറ്റർ ഈ കൺസെപ്റ്റിൽ എടുക്കും. 0.133 മീറ്റർ. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രം വരക്കാൻ ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിൽ ഒരു പോയിന്റ്, കൺവീനിയന്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. ലെറ്റ് ദിസ് പോയിന്റ് ബി O. ഈ പോയിന്റ് O ആയിട്ട് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? 45 ഡിഗ്രിയിൽ യു ഹാവ് ടു ഡ്രോ എ ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റ് എത്ര ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റ് ആയിരിക്കണം? എത്ര ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റ് ആയിരിക്കണം ഈ വരക്കാൻ പോകുന്നത്? ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ലൈഡർ മെക്കാനിസം ഇതാ ഇങ്ങനെയുള്ള മെക്കാനിസം ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഇതിനാണ് റഫ് വരക്കാൻ പറഞ്ഞത്. OBP. ഇതാണ്, ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ്. സോ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഐ ഷുഡ് ഡ്രോ the link OB which is 45 degree inclination, which is at an inclination of 45 degree. So ഞാൻ ആദ്യം OB വരക്കും. OB വരക്കാൻ എത്ര? what is the length of OB? 0.5 മീറ്റർ ആണ്, അല്ലെ? 0.133 മീറ്റർ is equal to 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? കാൽക്കുലേറ്റ് പെട്ടെന്ന് 6 സെന്റിമീറ്റർ. ഓക്കെ. സോ ആദ്യം എന്ത് ചെയ്യാ? 45 ഡിഗ്രി എടുക്കും. ഇതെല്ലാം ഞാൻ നിങ്ങൾ പറഞ്ഞ വാല്യൂലാണ് വരക്കുന്നത്. 45 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ വെക്കും. പ്രൊട്രാക്ടറിൽ ഞാൻ 45 ഡിഗ്രി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ഐ വിൽ ഡ്രോ എ 6 സെന്റിമീറ്റർ ലൈൻ ആൻഡ് ഐ വിൽ മാർക്ക് ദിസ് പോയിന്റ് ആസ് B. 6 സെന്റിമീറ്റർ ലൈൻ. 6 സെന്റിമീറ്റർ ലൈൻ അതിന്റെ മേലെ എഴുതാൻ പാടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നു മാത്രം. ഐ ഹാവ് ഡ്രോൺ 6 സെന്റിമീറ്റർ ലൈൻ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 45 ഡിഗ്രി. ക്ലിയർ? ഇനി എന്താ ചെയ്യാ? നെക്സ്റ്റ് വാട്ട് വിൽ ഐ ഡു? നെക്സ്റ്റ് ബിപിന്റെ പോയിന്റ് കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് ആർക്ക് ബിപിന്റെ ഡിസ്റ്റൻസ് എത്ര വരുവാ? ബിപിന്റെ ലെങ്ത് ഈസ് 2 മീറ്റർ. ദാറ്റ് മീൻസ് ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? 15 സെന്റിമീറ്റർ. നമ്മൾ ആദ്യം എടുത്തല്ലോ. സോ എന്ത് ചെയ്യാ? കോമ്പസ് എടുക്കുക. കോമ്പസിൽ 15 സെന്റിമീറ്റർ ലെങ്ത് എടുക്കുക. കീപ് ബി ആസ് സെന്റർ. ബി സെന്റർ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാ? ഈ ഹൊറിസോണ്ടലിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെയാണ് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന വിചാരിക്കുക. ദിസ് പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? P എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുക. ജോയിൻ P ആൻഡ് B. ആയില്ലേ? 15 സെന്റിമീറ്റർ മാർക്ക് ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഡ്രോ എ സ്ലൈഡർ. ക്ലിയർ ആണോ? കോൺഫിഗറേഷൻ ഡയഗ്രാം അല്ലേ? ഓക്കെ. കോൺഫിഗറേഷൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തു. കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ എന്തുകൊണ്ട്? യു ഹാവ് ടു റൈറ്റ് എ ഹെഡിങ് കോൺഫിഗറേഷൻ ഡയഗ്രാം, മെൻഷൻ ദ സ്കെയിൽ ഓഫ് കോൺഫിഗറേഷൻ ഡയഗ്രാം, ഡ്രോ ദ കോൺഫിഗറേഷൻ ഡയഗ്രാം. ഇത്രയും ചെയ്തു. ഓക്കെ, ദിസ് വാസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? വാട്ട് ഈസ് അവർ സെക്കൻഡ് സ്റ്റെപ്പ്? പറ ജോയൽ, പറ ജോയൽ ടോം, പറ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കേൾക്കുന്നില്ല. തന്നിട്ടുണ്ടോ? വെരി ഗുഡ്. RPM തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്രാങ്കിന്റെ RPM NOB is equal to 180 RPM തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? See what we are going to find out. We are going to find out different sets of velocities and angular velocities using vectorial approach. Relative velocity എന്ന് പറഞ്ഞാൽ വെക്ടോറിയൽ മെത്തേഡ് ആണ്. വെക്ടോറിയൽ മെത്തേഡിൽ വരക്കണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റീസിനെ വെക്ടേഴ്സ് ആക്കി മാറ്റണം. വെലോസിറ്റീസിനെ വെക്ടേഴ്സ് ആക്കി മാറ്റണമെങ്കിൽ we have to have an input velocity first. ഒരു വെക്ടർ വരക്കാനുള്ള ഒരു വെലോസിറ്റിന്റെ വാല്യൂ നമുക്ക് ആദ്യം വേണം. വേണ്ടേ? ഏതെങ്കിലും ഒരു ലീനിയർ വെലോസിറ്റിന്റെ വാല്യൂ നമുക്ക് ആദ്യം വേണം. നമുക്ക് ഇപ്പൊ ഒരു ലീനിയർ വെലോസിറ്റി കയ്യിലില്ല. നമുക്ക് ആകെയുള്ള എന്താ? റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്കിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, RPM വാല്യൂ. ഈ സ്പീഡിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ OB. ആംഗുലർ വെലോസിറ്റി ഓഫ് OB. വാട്ട് വിൽ ബി ആംഗുലർ വെലോസിറ്റി ഓഫ് OB? 2πn. What is n? 180 divided by 60. What will be the value? Calculate ചെയ്തു പറ. What is the value? 2πn by 60.
18.849 rad per second. 18.84. 84985 Okay, 85. 18.85 radians per second. second. This is the angular velocity of the crank. ക്രാങ്കിന്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് പിടിക്കാം? ലീനിയർ വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ ദിസ് ക്രാങ്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് പോയിന്റ്? OB ആണ്. സോ ദാറ്റ് മീൻസ് എവറി പോയിന്റ് ഓൺ ദിസ് ക്രാങ്ക് വിൽ ബി റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദിസ് സെന്റർ പോയിന്റ് O. ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ല ക്ലോക്ക് വൈസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിന്റെ മേലുള്ള ഓരോ പോയിന്റ് വെലോസിറ്റിയും ഷുഡ് ബി വാട്ട്? പെർപെൻഡിക്കുലർ ടു ദ ലിങ്ക് OB. വെരി ഗുഡ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് ഏത് ഇൻസ്റ്റന്റിലാണോ ഈ ലിങ്ക് ഏത് രീതിയിലാണ്, ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ, ഇത് കുറച്ച് ഇങ്ങനെ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ, കുറച്ച് ഇങ്ങോട്ടാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ. അറ്റ് ആൻ ഇൻസ്റ്റന്റ് അത് എങ്ങനെയാണോ ലൊക്കേറ്റ് ചെയ്തത് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഓറിയന്റേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ദാറ്റ് വെലോസിറ്റി വെക്ടർ. സോ ഹെൻസ് ലെറ്റ് us find out the velocity vector for B. Point B, that is VB. VB നെ നമുക്ക് എങ്ങനെ എഴുതാം? VBO എന്ന് എഴുതാം. ബിക്കോസ് that is the relative velocity of B with respect to O. അല്ലേ? What is VBO? VBO എങ്ങനെ എഴുതാം? This is equal to omega BO multiplied by length of the link BO. അല്ലേ? What is omega BO? 18.85 multiplied by what is the length of the link OB? ലിങ്കിന്റെ ലെങ്ത് എത്രയാ? 0.5 മീറ്റർ ആണ്. കീപ് ഇറ്റ് ആസ് 0.5 മീറ്റർ itself. സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഇതിന്റെ ആൻസർ എത്ര വരും പറ? 94425. 9.425 meter per second. This is the linear velocity value. അല്ലേ? So our initial value for velocity നമുക്ക് കിട്ടി VBO അല്ലെങ്കിൽ VB which is equal to 9.425 meter per second. ഇനി എന്ത് ചെയ്യാ? This was our second step. First step drawing configuration diagram. Second step arriving at an initial value of linear velocity. എന്തിനാണ് ഇങ്ങനെ ഒരു initial value? So that we can convert this magnitude value, meter per second എന്ന magnitude ഉള്ള velocity value നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യാം? ഒരു വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അല്ലെ? ഒരു വെക്ടർ എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ആ ലൈൻ സെഗ്മെന്റ് വരക്കണ്ടിക്ക് അതിന് എന്തെങ്കിലും ഡാറ്റ ഉണ്ടാവട്ടെ. ആ ഡാറ്റയാണ് ഈ ലീനിയർ വെലോസിറ്റിയോടെ നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? Yes, sir. Now, third step എന്താ? Creating the velocity diagram. അല്ലെ? Velocity diagram create ചെയ്യണം. അതാണ് third step. Now, for creating the velocity diagram, step 3, velocity diagram. Velocity diagram വരക്കാൻ നമുക്ക് എന്താ വേണ്ടത്? Again, what should we have? സ്കെയിൽ വേണം. വെരി ഗുഡ്. ആ സ്കെയില് കണ്ടുപിടിക്കാനുള്ള ഇൻപുട്ട് വാല്യൂ ആണ് VBO. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആദ്യം VB അല്ലെങ്കിൽ VBO ഈസ് ഈക്വൽ ടു 9.425 എഴുതും. അല്ലെ? ഈ 9.425ന് നേരത്തെ നമ്മളിങ്ങനെ ലൈൻ ആയിട്ട് വരച്ചല്ലോ, എത്രയോ സെന്റിമീറ്റർ ആയിട്ട് എടുത്ത് ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ലെറ്റ് മീ ഡിവൈഡ് 9.425 മീറ്റർ പെർ സെക്കൻഡ് ബൈ 5 യൂണിറ്റ്സ്. ഇതിന്റെ വാല്യൂ എത്രയാ പറ? 9.425 divided by 5 എത്ര വരുന്നത്? 1.885. 1.885 meter per second. അല്ലേ? 1.885 meter per second. That means എന്റെ വെലോസിറ്റി ഡയഗ്രാം വരക്കാനുള്ള സ്കെയിൽ എന്തായിരിക്കും? The scale for my velocity diagram will be what? 1.885 meter per second is equal to 1 centimeter. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? 1.885 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ 1 സെന്റിമീറ്ററിന്റെ ലൈനോട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ട വാല്യൂ ഏതാ? വെലോസിറ്റി ഓഫ് ബി ആണ്, which is equal to 9.425. സോ 9.425 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അല്ലേ? സോ ഇതിന്റെ സ്കെയിൽ എഴുതി. നൗ ഓൾവേസ് വെലോസിറ്റി ഡയഗ്രം നിങ്ങൾ വരക്കേണ്ടത് എവിടെയാന്ന് വെച്ചാൽ കോൺഫിഗറേഷൻ ഡയഗ്രത്തിന്റെ തൊട്ടടുത്ത് വരക്കണം. ഇതിന്റെ മേലെ ആവാൻ പാടില്ല. ഇതുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ വരക്കണം. കാരണം എന്തുകൊണ്ടാ? എല്ലാ വെലോസിറ്റി വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ടു ദ ലിങ്ക്സ് ആയിരിക്കും. അല്ലെ? ടേണിംഗ് പെയറുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ലിങ്കുകളാണെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിസം ആണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന മെക്കാനിസംസ് മുഴുവൻ വെലോസിറ്റി വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ ഓറിയന്റേഷൻ ഓഫ് ദ ലിങ്ക് ആയിരിക്കും.
ദാറ്റ് മീൻസ് വി ബി എന്ന വെക്ടറിനെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദിസ് ഇൻക്ലിനേഷൻ. സോ ഈ ഇൻക്ലിനേഷന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ എന്തായി? അത് വെലോസിറ്റി വെക്ടർ ബി ആയി അല്ലെ? അതിനാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക, നമുക്ക് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ഓ കണ്ടുപിടിക്കണം. സോ ഈ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ നിങ്ങൾ സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ക്ലിയർ വരച്ചു വെച്ചു. നെക്സ്റ്റ് ഈ ലൈൻ സെഗ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വെക്ടേഴ്സും കണ്ടുപിടിക്കണം അല്ലെ? വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ബി കണ്ടുപിടിക്കേണ്ടി വരും. അതും എന്ത് ചെയ്യുക, ഈ ഓറിയന്റേഷൻ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു വെക്കുക. ക്ലിയർ? ക്ലിയർ ആണോ? ഞാൻ ഇതിന്റെ അടുത്ത് ഐ ആം ഗോയിങ് ടു ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാം. ഇവിടെ വരക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. വെലോസിറ്റി ഡയഗ്രത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? ഒരു ഇതിൽ ഏതാണോ ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻസ്, ആ ഫിക്സഡ് പൊസിഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഫിക്സഡ് പോയിന്റ് O ആണ് അല്ലെ? ഈ പി എന്ന് പറഞ്ഞാൽ സ്ലൈഡറിന്റെ പേരാണ് പി അല്ലെ, ഈ സർഫസിന്റെ പേരല്ല. സോ O ആണ് എന്റെ ഫിക്സഡ് സെന്റർ. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം ഒരു പോയിന്റ് പോള് ഫിക്സ് ചെയ്യും. ഐ വിൽ നെയിം ദിസ് വൺ ആസ് സ്മോൾ ലെറ്റർ O. ഇനി ആദ്യം ഞാൻ വരക്കാൻ പോകുന്ന ഓയിൽ നിന്ന് ബിയിൽ പോകുന്ന ലിങ്കുമായി റിലേറ്റ് ചെയ്ത വെലോസിറ്റി വെക്ടർ ആണ്. ദ വെലോസിറ്റി വെക്ടർ ഫോർ വി ബി. സോ വി ബിന്റെ വെലോസിറ്റി വെക്ടർ വരക്കാൻ എന്ത് ചെയ്താൽ മതി എനിക്ക്? വാട്ട് ഷുഡ് ഐ ഡു? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ഈ ലൈൻ സെഗ്മെന്റ് ഉണ്ട് അല്ലെ? വെലോസിറ്റി ഓഫ് വി ബി എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ബി ആയിരിക്കൂലേ? സോറി, ഒ ബി ആയിരിക്കൂലേ? ഞാൻ എന്ത് ചെയ്യും, സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ഈ ലൈൻ സെഗ്മെന്റിലെ ഈ ലൈൻ സെഗ്മെന്റ് പാരലൽ ആയിട്ടുള്ള ഒരു സാധനം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്. സോ ഈ പെർപെൻഡിക്കുലറിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ വരച്ച ലൈൻ സെഗ്മെന്റ് ലെങ്ത് എത്രയായിരിക്കണം? 5 സെന്റിമീറ്റർ. വെരി ഗുഡ്, 5 സെന്റിമീറ്റർ ആയിരിക്കണം ഇതിന്റെ ലെങ്ത്. ഗുഡ്. സോ ഐ സ്റ്റാർട്ട് ഫ്രം എ സിംഗിൾ പോയിന്റ് O. ഇവിടുന്ന് ഇതിന് പാരലായിട്ട്, ആ പെർപെൻഡിക്കുലറിന് പാരലായിട്ട് ഒരു 5 സെന്റിമീറ്റർ ലൈൻ ഞാൻ വരക്കും അല്ലെ? ഞാൻ എന്താണ് ഇവിടെ അടയാളപ്പെടുത്തുക? വാട്ട് വിൽ ബി ദ ആൽഫബറ്റ് ഐ യൂസ് ഇറ്റ് ഫോർ നെയിമിംഗ്? സ്മോൾ ലെറ്റർ ബി ആണ് അല്ലെ? ഇനി ഈ ബിയിലേക്കുള്ള ആരോ ഹെഡ് എങ്ങനെയായിരിക്കും? ഞാൻ ഇങ്ങനെയാണ് ഇടുക, ഓയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന പോലെ. കാരണം എന്തുകൊണ്ടാ? വെലോസിറ്റി ഓഫ് വി ബി ഒ ഈസ് റെപ്രസെന്റഡ് ബൈ ദ വെക്ടർ വാട്ട് ഒ ബി. ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് എത്തുന്ന വെക്ടർ അല്ലെ? ഇത് 5 സെന്റിമീറ്റർ ലൈൻ. രണ്ടാമത്തെ എന്താണ് എനിക്ക് ഇനി വേണ്ടുന്നത്? ബി എന്നുള്ള പോയിന്റ് കിട്ടി. എനിക്ക് ഇനി പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യും ഞാൻ? ദ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വി. വി പി ബി, ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ബി. അതെങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണ്ടേ? സോ ഈ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ഞാൻ എന്ത് ചെയ്യും, ഈ ലൈൻ സെഗ്മെന്റ്, ഈ പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ഞാൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യും. Okay, this line segment is parallel to this perpendicular line. Same way as this vector was parallel to this perpendicular line. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് ഇതിന്റെ പാരലൽ ആയതുപോലെ ഈ പെർപെൻഡിക്കുലർ ലൈനിന് പാരലൽ ആയിട്ട് ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ ലെങ്ത് എനിക്ക് അറിയില്ല ഇപ്പൊ, കാരണം ഐ ഡോണ്ട് നോ ദ ലെങ്ത്. കാരണം ലെങ്ത് കിട്ടണ്ടെങ്കിൽ ഐ ഹാവ് ടു ഹാവ് ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് വേണ്ട, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല. ഇവിടെ സെക്കൻഡ് അവർ ആരാ നിങ്ങൾക്ക്? ഇന്ന് സെക്കൻഡ് അവർ ആരാ? സോ ഈ ലൈൻ സെഗ്മെന്റ് വരച്ച ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ലാസ്റ്റ് എന്താ ഉള്ളത്? പി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു എലമെന്റും കൂടി ഉണ്ട്, സ്ലൈഡർ ഉണ്ട് അല്ലെ? സ്ലൈഡർ മൂവ് ചെയ്യുന്ന ഒരു സാധനം. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഓൾസോ ഹാവ് എ വെലോസിറ്റി. ബട്ട് ഹൗ ഈ സ്ലൈഡർ മൂവിങ്? സ്ലൈഡർ മൂവ് ചെയ്യുന്ന എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടാണ് അല്ലെ? സ്ലൈഡറിന് വേറെ ടേണിംഗ് ആക്ഷനോ റൊട്ടേറ്റിംഗ് ആക്ഷനോ ഒന്നുമില്ല, ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് സ്ലൈഡർ ജനറേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് ഈ രണ്ട് ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും അല്ലെ? കറക്റ്റ് അല്ലേ? ദാറ്റ് മീൻസ് സ്ലൈഡർ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ഓ അല്ലെങ്കിൽ ഫിക്സഡ് പ്ലാറ്റ്ഫോമിന് അനുകൂലമായിട്ടായിരിക്കും സ്ലൈഡർ മൂവ് ചെയ്യുക അല്ലെ? വെരി ഗുഡ്. സോ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന വെലോസിറ്റി എന്താണ്? വി പി ഒ ആണ്. വെലോസിറ്റി ഓഫ് വി പി ഒ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സ്ലൈഡർ പി about the fixed point O. ഈ ഫിക്സഡ് പോയിന്റ് O എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതും O ആണ്. കാരണം അതും എന്താണ്? ഫിക്സഡ് സർഫസ് ആണല്ലേ? ദാറ്റ് ഈസ് ഓൾസോ ഫിക്സഡ് ലിങ്ക്. ക്ലിയർ അല്ലേ?
Yes, sir. വെലോസിറ്റി ഡയഗ്രാം വരക്കുമ്പോൾ സ്ലൈഡറും ഒരു ഫിക്സഡ് സർഫസും തമ്മിലുള്ള വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? പാരലൽ ടു ദ മൂവിങ് സർഫസ്. Horizontal. സ്ലൈഡർ മൂവ് ചെയ്യുന്ന സർഫസിന് പാരലൽ ആയിരിക്കും. ഇതാണ് ഡിഫറൻസ്. സി മറ്റ് രണ്ട് ലിങ്കിലും എന്തായിരുന്നു? വെലോസിറ്റി വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ ഓറിയന്റേഷൻ ഓഫ് ലിങ്ക് ആണ്. ബട്ട് ഫോർ ദ സ്ലൈഡർ എന്താണ് ഇവിടെ? ഇറ്റ് വിൽ ബി പാരലൽ ടു ദ മൂവിങ് സർഫസ്. സ്ലൈഡർ മൂവ് ചെയ്യുന്ന സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ആ ബോഡിന്റെ വെലോസിറ്റി വെക്ടർ. കറക്റ്റ് ആണോ? അല്ലേ? സോ എന്ത് ചെയ്യാൻ? ഓ മാത്രമേ ഉള്ളൂ, പി എനിക്കറിയില്ല. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്താൽ മതി? ഞാൻ ഓയിൽ നിന്ന് ഐ ഹാവ് ടു ജനറേറ്റ് എ ലൈൻ വിച്ച് ഷുഡ് ബി പാരലൽ ടു ദിസ് ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ സർഫസിലൂടെ മൂവ് ചെയ്യുന്നത്. സോ ഈ ഹൊറിസോണ്ടൽ പാത്തിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ എന്ത് ചെയ്യാം? ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈ ലൈനിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എനിക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടൂല. ഇത് ഇങ്ങോട്ട് പോകണം. ഇതും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് വിൽ ബിക്കം മൈ സ്മോൾ ലെറ്റർ പി. വെലോസിറ്റി ഡയഗ്രത്തിലെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഈ പി പോയിന്റ് എങ്ങനെ കിട്ടിയെന്നുള്ളത്? Yes, sir. ഇനി എയറോ ഹെഡ് എങ്ങനെയായിരിക്കും? ഈ എയറോ ഹെഡ് ഇങ്ങോട്ടാ വരിക അല്ലെ? കാരണം ഇത് റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് പി ബിനെയാണ്. വെലോസിറ്റി ഓഫ് പി ബി ആണ്. Now what will be this one? The arrowhead will be from O to P. കാരണം ഈ ലൈൻ സെഗ്മെന്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് പി ഓനെയാണ്. Am I clear? Sir. Okay, fine. That means ഏതൊക്കെയാണ് വെക്ടേഴ്സ് നോക്കിക്കോ. വെക്ടർ ബി പി, ഈ വെക്ടർ ഏതാണ്? വെലോസിറ്റി ഓഫ് പി ബി ആണ് അല്ലെ? Now വെക്ടർ O P, which is this velocity vector? This is velocity of V P O. Clear ആണോ? Am I clear? Yes, sir. Yes, sir. Okay, fine. ഇത്രയുള്ള ഇതെന്താണ്? This is creating the velocity diagram. Velocity diagram ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, റഫായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഹൗ വി ആർ ഗോയിങ് ദ drawing the velocity vector, that you should understand. We will complete the numerical in the next hour. ഒരു അവറും കൂടി ഇല്ല, അവർലി ന്യൂമറിക്കൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ അറ്റൻഡൻസ് ഒന്ന് പറയണം എന്നോട്. അറ്റൻഡൻസ് വിളിക്കാം. അദ്വൈതയൊക്കെ വന്നിട്ടുണ്ടോ? അജയ് കൃഷ്ണ, Present, sir. അഖിൽ കെ, Hello, sir.